രുചിയിലൂടെ ഹൃദയം കീഴടക്കാനായി ഫ്ലേവേഴ്സ് ആൻഡ് കളേഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ്റെ ഒരു ഈസി ആയിട്ടുള്ള വിഭവമാണ്. ഇതിൻ്റെ പേര് ചിക്കൻ ഉലർത്തിയത്. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന്. 1 കിലോ ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തേക്കുന്നത്, ഇഞ്ചി വെളുത്തുള്ളി, ഇത് ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു 2 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചിയും ചതച്ചെടുത്തതാണ്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, തൈര്, കറിവേപ്പില, പച്ചമുളക് ഒരു 3 എണ്ണം അരിഞ്ഞത്, 4 മീഡിയം സൈസ് സവോള നല്ല നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത്. നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ഒരു 5 തൊട്ട് 15 മിനിറ്റ് വരെ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത്, അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ, മുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ, കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ, തൈര് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ ആവാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്. കുറച്ച് കറിവേപ്പില. അതുപോലെ ഇതൊരു നാടൻ കുക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി അതിലേക്ക് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഭയങ്കര ഈസി ആയിട്ടൊരു വിഭവമാണ്. വേറെ അധികമൊന്നും സാധനങ്ങൾ നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് ഒരു 5 to 10 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് സവോള ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ നേരം അത്രയും ചിക്കൻ മാരിനേഷന് വേണ്ടി ടൈം കിട്ടുകയും ചെയ്യും. നമുക്ക് ചൂടായ പാനിലേക്ക് സവോള വറുക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ചേർക്കാം. ഇതൊരു 4 മീഡിയം സൈസ് സവോള കനം കുറച്ച് അരിഞ്ഞേക്കുന്നതാണ്. സവോള ചേർക്കുന്നതോറും ടേസ്റ്റ് കൂടും. നമുക്ക് നമ്മുടെ സവോളയൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സവോള വേഗം വഴന്ന് കിട്ടാൻ വേണ്ടി നമ്മളൊരു ടിപ്പ് പറഞ്ഞിരുന്നല്ലോ, ഉപ്പിടാൻ. നമുക്ക് ലേശം ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്കിടാം. സവോള നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പം നമ്മുടെ സവോള ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് പച്ചമുളക് ഒരു 3 എണ്ണം കട്ട് ചെയ്തിട്ടേക്കുന്നതാണ്. അതുപോലെ കറിവേപ്പില എത്ര ചേർത്താലും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ആവശ്യത്തിന് വീട്ടിൽ കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ധാരാളം ഇടുക. മുളകിൻ്റെ പച്ചമണമൊക്കെ വന്നു തുടങ്ങുമ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിന് മസാല, അതായത് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ലേശം മല്ലിപ്പൊടിയും ആഡ് ചെയ്യാം. നമ്മളൊരു 4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ,
മല്ലിപ്പൊടി 1 ടീസ്പൂൺ. ഇതൊന്ന് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. ഇതിൽ ലേശം എണ്ണ കുറവാണ്, നമുക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്യാം അതിലേക്ക്. ആ മസാലയുടെ പച്ചമണം മാറുന്നവിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഇനി സ്ലോ ഫ്ലെയിമിലിട്ടാൽ മതിയാവും. നമ്മുടെ സവോള നന്നായിട്ട് വഴന്ന് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റിയിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഈ ഇരുമ്പിൻ്റെ ചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നല്ല കറുത്ത നിറം വരും, ഇറച്ചി ഒലത്തിയൊക്കെ വരുമ്പോൾ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ചേർക്കാം. നമുക്കൊന്ന് വേവിച്ചെടുക്കുന്നത്. നമുക്കൊരു 1 ഗ്ലാസ് വെള്ളത്തോളം ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കത് മൂടി വെച്ച് ഒരു അരമണിക്കൂറോളം വേവിക്കുക. നമ്മൾ ചിക്കനിന് വേവാൻ ആവശ്യമുള്ള വെള്ളമെല്ലാം ഒഴിച്ചു. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ കടായിയാണ് യൂസ് ചെയ്യുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ കുക്കറിൽ വെച്ചാൽ പെട്ടെന്ന് വെന്ത് പോവും. ഇതിൽ തന്നെ വെച്ചിട്ട് ചെയ്യുമ്പം നല്ല നമുക്ക് നോക്കി നല്ല പാകത്തിന് നമുക്ക് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ചട്ടി യൂസ് ചെയ്തത്. ഇതിന് എന്താ പറയുക, ഹീറ്റ് ഈവനായിട്ട് എല്ലായിടത്തും കിട്ടുന്ന രീതിയിലാണ്. പിന്നെ ആ എണ്ണയിലുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല കുരുമുളക് ഇട്ട് വരട്ടി വരുമ്പം നല്ല കറുത്ത് നല്ല ലുക്കായിരിക്കും അതിന്. അപ്പം ഇത് നമുക്കൊന്ന് തിളച്ച് കഴിയുമ്പം ഇത് മൂടി വെച്ചൊരു 10-15 മിനിറ്റോളം നമുക്ക് ഇടയ്ക്കൊന്ന് നോക്കാം വേവുന്ന നേരം വരെ. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ച് മൂടിയിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം വെന്ത് വെള്ളമൊക്കെ ഇച്ചിരി വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുള്ളൂ. ചിക്കൻ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്ക് വെന്തോന്നൊന്ന് നോക്കാം. ഓക്കെ, ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇപ്പോൾ കണ്ടോ, നമുക്ക് ഇതിനകത്ത് വെള്ളമൊന്നുമില്ല. ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ അരപ്പ് നമുക്കിതിലേക്ക് ചേർക്കാം. സവോളയും പച്ചമുളകും ഒക്കെ ഇട്ട് ചെയ്തില്ലേ അത്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ സവോളയൊക്കെ വഴറ്റി വെച്ച് നമ്മൾ ചിക്കനിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം ഒലന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂണോളം, അതുപോലെ കറിവേപ്പില ഒന്ന് ഞെരടിയിട്ടിടുക.
അപ്പം നമ്മുടെ ചിക്കൻ ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും ചേർന്ന് പോകും. നല്ല കാണാമല്ലോ നിങ്ങൾക്ക്, നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ആവശ്യത്തിന് ഗ്രേവി ഉണ്ട് താനും ചിക്കൻ ഉലർത്തിയത്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ ചിക്കൻ ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള പ്രിപ്പറേഷൻ, അധികം സാധനങ്ങളൊന്നും ഇല്ല, പെട്ടെന്ന് റെഡി ആവുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു എപ്പിസോഡുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. അയ്യോ, നമ്മൾ ലൈക്കും ഷെയറും കമൻറ്റൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളത് ചെയ്യുമെന്ന് എനിക്ക് അത്രയ്ക്ക് ഉറപ്പാണ്, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.